കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. സ്വരാക്ഷരം കാണുന്നുണ്ടോ? അതിന്റെ ചിഹ്നം ഏതാ? ചെറിയൊരു വട്ടം. സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക പ്ലസ് അപ്പൊ ക എങ്ങനെ വായിക്കും? ചിഹ്നത്തോട് ചേർന്ന് കായിനോട് കം. എങ്ങനെ വായിക്കും? കം. മനസ്സിലാവുന്നുണ്ടോ? കം. കായിന് ചിഹ്നം ചേർന്ന് കാ എങ്ങനെ വായിക്കും? കം. ച് പ്ലസ് ച എന്തായി മാറും? ചിഹ്നം ചേർന്ന് വരുമ്പം ചം. ചം. ചിഹ്നം ചേർത്ത് ച എങ്ങനെ വായിക്കും? ചം. ട് പ്ലസ് അതുപോലെ എങ്ങനെ വായിക്കും? ടായിനോട് ഉള്ള ചിഹ്നം ചേർന്ന് ടാ എങ്ങനെ വായിക്കും? ടം. ത് പ്ലസ് ടാ എങ്ങനെ വായിക്കുക? ഗുഡ്. തം. തായിനോട് ചിഹ്നം ചേർന്ന് താ എങ്ങനെ വായിക്കും? തം. ത് പ്ലസ് പ എങ്ങനെ മാറും? പം. പ എങ്ങനെ മാറും? ചിഹ്നം ചേർന്ന് പം. മനസ്സിലായോ? ഒന്നുകൂടി നോക്കാം. സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. ക പ്ലസ് കം. ച് പ്ലസ് ചം. ട് പ്ലസ് ടം. ത് പ്ലസ് തം. പ് പ്ലസ് പം. അടുത്തത് നമുക്ക് ചിഹ്നം ചേർന്ന് വാക്കുകൾ വായിക്കാം. അമ്പലം, അമ്പലം. പമ്പരം, പമ്പരം. ഇതിലൊക്കെ എന്തുണ്ട്? ചിഹ്നം. സിംഹം, സിംഹം. സംഗീതം, സംഗീതം. അതിലൊക്കെ എന്തുണ്ട്? ചിഹ്നം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.